ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ പൂപ്പിമോളുടെ വിശേഷമാണ് കേട്ടോ ഇന്ന് പറയാനായിട്ട് പോകുന്നത്. വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണണേ. ഓക്കെ, ഹായ് എല്ലാ കൂട്ടുകാർക്കും വെൽക്കം ടു നൈസ് ടു മീറ്റ് യുവിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. അപ്പോൾ ഞാൻ സൗമ്യയാണ്. അപ്പോൾ സൗമ്യയുടെ കൂടെ പൂപ്പി ഇല്ല. അപ്പോൾ പൂപ്പി ലോകത്ത് നിന്ന് വിട വാങ്ങി പോയേക്കാണ്. സാധാരണ ഞാനും പൂപ്പിയായിട്ടാണ് വീഡിയോ ഉള്ളത്. വീഡിയോസ് കൂടുതൽ എടുക്കാറുള്ളത് ഞങ്ങളുടെ വീഡിയോസാണ്, എൻ്റെയും പൂപ്പിയുടെ. അതായത് പൂപ്പി ഒരു കൊടിച്ചുപട്ടി എന്നൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ പറയും. അതായത് പെൺപട്ടിയാണ്. അപ്പോൾ ആൺപട്ടി അല്ലെങ്കിൽ പെൺപട്ടിയാണ്. പട്ടിയിലുപരി എനിക്ക് അവളൊരു മോളെ പോലെ ആയിട്ടാണ് ഞാൻ കണ്ടു വന്നത്. എത്രമാത്രം എനിക്ക് ഈ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം എൻ്റെ ഉള്ളിൽ 2 ദിവസമായിട്ട് വളരെ വളരെ വിഷമവും കരച്ചിലുമാണ്. ഉറക്കത്തിൽ പോലും നെട്ടി എന്തൊക്കെ പറയുക, അതുപോലെ കരച്ചിലാണ്. നമ്മളൊരു മിണ്ടാപ്രാണീനെ, അത് പട്ടിയായാലും ശരി, പൂച്ചയായാലും ശരി, തത്തയായാലും ഏതൊരു മിണ്ടാപ്രാണീനെ നമ്മൾ ഇണക്കി വളർത്തി കഴിയുമ്പോൾ, അത് ചെറുപ്പം തൊട്ട് നമ്മൾ വളർത്തി കഴിയുമ്പോൾ നമുക്ക് അതറിയാം. അത് നമ്മുടെ നിന്നിട്ട് വേർപിരിഞ്ഞു പോയി കഴിഞ്ഞാൽ അത് സഹിക്കാൻ പറ്റാത്ത ഒരു വേദനയാണ്. അതാണ് ഈ 2 ദിവസമായിട്ട് ഞാൻ അനുഭവിക്കുന്നത്. അപ്പോൾ എൻ്റെ ചെറുപ്പകാലം തൊട്ട് ഞാൻ പല വീഡിയോസിൽ ഞാൻ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് എനിക്ക് പട്ടികളോട് ഇത്ര ഇഷ്ടമെന്ന്. ചെറുപ്പകാലം തൊട്ട് എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പാപ്പനും അമ്മമ്മ, അപ്പാപ്പനെ കൂടുതലും വളർത്തുന്നത്, പപ്പയുടെ പപ്പ വളർത്തുന്നത് പട്ടീനെയൊക്കെയായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് വീട്ടിൽ പട്ടി, അതുപോലെ തന്നെ ആട്, പശു ഒക്കെ ഉള്ള സമയങ്ങളാണ് എൻ്റെ ചെറുപ്പകാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് ആടിനെ ഇഷ്ടമാണ്, പശുവിനൊക്കെ ഇഷ്ടം. പക്ഷെ അതിലുപരിയായിട്ട് എനിക്കെന്തോ പട്ടിയോട് വളരെ വളരെ ഇഷ്ടം. അപ്പോൾ എവിടെ പട്ടീനെ കണ്ടാലും എടാ സുഖമാണോ നിനക്ക്, ഒരു ഫ്രണ്ടിനോട് പോലെ എടാ നിനക്ക് സുഖമാണോ, അല്ലെങ്കിൽ ഒരു സഹോദരനോ അല്ലെങ്കിൽ സഹോദരിയെ പോലെ അല്ലെങ്കിൽ മോളെ പോലെ ഞാൻ കാണാറുണ്ട്. എടാ നിനക്ക് സുഖമാണ്, എടി നിനക്ക് സുഖമാണോ എന്നൊക്കെ ചോദിച്ച് മിണ്ടിയും പറഞ്ഞ് ഏത് പട്ടിയോടായാലും. അപ്പോൾ ബൈക്കിനൊക്കെ പോകുമ്പോൾ അതേ പോകണം അവൾ, ഇങ്ങനെ കുണുങ്ങി പോകുന്നുണ്ട്. അപ്പം എൻ്റെ കൂടെ ഉള്ളവർ എന്നെ കളിയാക്കാറുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവണത് എൻ്റെ കെട്ടിയവനാണ്. അപ്പോൾ ചേട്ടൻ നിനക്ക് എന്താടി പറ്റിയത്, ചിലപ്പോൾ കൂടെ കൂടും, തമാശ പോലെ കൂടൊക്കെ കൂടും. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് പട്ടിയോട് വളരെ വളരെ ഇഷ്ടം, ഡോഗ്സിനോട് വളരെ വളരെ ഇഷ്ടം. പക്ഷേ എനിക്ക് നമ്മൾ ഒരു കുഞ്ഞിനെ വളർത്തി വലുതാക്കി 4 വയസ്സായിട്ടുള്ളൂ. 4 വയസ്സായി 5 വയസ്സിലേക്ക് കടക്കണ സമയത്താണ് ഇന്നലെ രാവിലെ 10:10 എൻ്റെ പൂപ്പിമോൾ എന്നെ വിട്ട് പോയത്. അപ്പോൾ എത്രമാത്രം നിങ്ങളിലേക്ക് ഞാനത് പറയണത് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ വീഡിയോസിൽ എൻ്റെ ഈ യൂട്യൂബിൻ്റെ ഫോട്ടോ കൊടുത്തേക്കണത് പൂപ്പിയുടെ ആണ്. അതായത് എൻ്റെ ഡോഗിൻ്റെയാണ്, പെറ്റിൻ്റെയാണ്. അവളെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കുഞ്ഞു മോളാണ്. അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളൂ അവളെ. എൻ്റെ കൂടെ ആദ്യമൊക്കെ എൻ്റെ വീട്ടിലുള്ള പട്ടികകളൊക്കെ ഞാൻ കൂടപ്പുറപ്പിനെ പോലെയൊക്കെ പറയാറുണ്ട്. അപ്പോൾ പക്ഷേ ഇപ്പം എൻ്റെ പൂപ്പി എന്ന് പറയുന്നത് എൻ്റെ മോളാണ്. അപ്പോൾ അത് എത്രത്തോളം നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എനിക്കറിയാം. ഒരു പട്ടി വന്നേക്കണത്, പട്ടീനെ പേരും പറഞ്ഞിട്ട് കരയുക, അങ്ങനെ കുറേ പേര് എന്നോട് പറഞ്ഞു. ഇന്നലെ ഈ സമയത്തല്ല, രാവിലെ പോയി. അത് ഞാൻ മരിക്കാനുള്ള കാരണം ഞാൻ പറയാം. എൻ്റെ ലൈവ് വീഡിയോസിലായാലും ഇങ്ങനെ ഞാൻ വീഡിയോസിൽ ഞാൻ പറയാറുണ്ട് പൂപ്പിക്ക് വയ്യ. പക്ഷെ എൻ്റെ ശ്രദ്ധ പൂപ്പിക്ക് കുഴപ്പമില്ല, പൂപ്പി ഭക്ഷണം കഴിച്ചോളും, അതൊക്കെ എന്താ പറയുക, പൂപ്പിക്ക് ഓക്കെ ആവും. അവൾ വെറുതെ കാണിക്കണത് അവൾക്ക് ഭക്ഷണം ചിലപ്പോൾ പിടിക്കാഞ്ഞിട്ട്, അല്ലെങ്കിൽ ഭക്ഷണം കുറച്ച് കഴിയുമ്പോൾ കഴിക്കാറുണ്ട്. അവൾ അങ്ങനെ കഴിക്കാറുണ്ട്, ഭേദമാവാറുണ്ട്, വന്ന് എന്നോട് ഇണങ്ങാറുണ്ട്. എന്നെ 2 ഇങ്ങനെ വെറുതെ ഒന്ന് കടിക്കണ പോലെ ഇങ്ങനെ നക്കും, കടിക്കും, അങ്ങനെയൊക്കെ ഇണങ്ങും, അങ്ങനെയൊക്കെ കടിക്കല്ല, അതിനെന്താ പറയാമെന്ന് എനിക്കറിയില്ല. വെറുതെ കൈയൊക്കെ ഇങ്ങനെ കാണിക്കും. അപ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, എടി എൻ്റെ കൈ എൻ്റെ എല്ലും കഷ്ണമൊന്നുമല്ല കേട്ടോ, ഇറച്ചിയൊന്നുമല്ല, നീ പൊടി എന്നൊക്കെ ഞാൻ പറയാറുണ്ട്. അത് കഴിഞ്ഞിട്ട് അവൾക്കടെ കൈയും ഞാൻ കടിക്കാനായിട്ട് നോക്കുമ്പോൾ അവൾ എന്നോട് വളരെ കൂളായിട്ട്, കാരണം എൻ്റെ വിഷമങ്ങളും സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഞാൻ അവളോട് കൂടുതലായിട്ട് പറയാറ്. ഇനിയിപ്പോൾ ഞാൻ ആരോട് പറയും?
എനിക്കറിയത്തില്ല. അപ്പോൾ കാരണം എന്ന് പറഞ്ഞാൽ ചേട്ടായി രാവിലെ തന്നെ പോയി കഴിയുമ്പോൾ പിന്നെ ഞാൻ ഒറ്റയ്ക്കാണ്, എൻ്റെ ഒരു ലോകം ഒറ്റയ്ക്കാണ്. പിന്നെ ഞാൻ വീട്ടിലെ കാര്യങ്ങളും നോക്കി, ചിലപ്പം വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി, ചിലപ്പോൾ മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് പോകും, അമ്മമാരെ സഹായിക്കാനൊക്കെ പോകും, അല്ലെങ്കിൽ എന്താ പറയുക വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ നോക്കി പൂപ്പിയോട് വർത്താനൊക്കെ പറഞ്ഞ് ലോബേഴ്സിന് തിരിയൊക്കെ കൊടുത്ത് അങ്ങനത്തെ ഒരു ലോകമാണ് എൻ്റേത്. പക്ഷേ ഈ 2 ദിവസമായിട്ട് എനിക്ക് ഒന്നിനും പറ്റണില്ല. എന്നാൽ പോലും എപ്പോഴും പൂപ്പി ആ ഒരു മൈൻഡ് ആയതുകൊണ്ട് നിങ്ങൾക്കത് എത്രത്തോളം ഞാൻ പറയണത് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങളൊന്ന് നിങ്ങളുടെ വേണ്ടപ്പെട്ടവർ മരിച്ചു പോകുമ്പോൾ, അതായത് മരിച്ചു പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു മിണ്ടാപ്രാണികളെ നിങ്ങൾ എടുത്ത് വളർത്തിയിട്ട് ചത്തുപോയി കഴിയുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന വേദന ഉണ്ടല്ലോ, അതിനപ്പുറമാണ് എനിക്കുണ്ടായ വേദന. കാരണം ഞാൻ ഇത്രത്തോളം എൻ്റെ അമ്മാമ്മ മരിച്ചു പോയിട്ട് പോലും ഞാൻ ഇത്രയ്ക്കും കരഞ്ഞിട്ടില്ല. കരഞ്ഞിട്ടുണ്ടാവുമെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. കാരണം ആൾക്ക് വയസ്സായിട്ടാണ് മരിച്ചത്. പക്ഷെ എൻ്റെ പുപ്പി എന്ന് പറഞ്ഞാൽ ആൾക്ക് 4 വയസ്സായിട്ടുള്ളൂ. നമ്മുടെ പട്ടിന്നൊക്കെ പറയുമ്പോൾ ഡോഗ്സ് എന്ന് പറയുമ്പോൾ മൊത്തം 15 വയസ്സ് വരെ ജീവിക്കും. 10 വയസ്സായിക്കോട്ടെ കുഴപ്പമില്ല. ഒരു 5 വയസ്സിലേക്ക് കിടക്കാനായിട്ട് പോയ എൻ്റെ ഡോഗാണ് ഇന്നലെ 10:10 മരിച്ചത് രാവിലെ. അപ്പോൾ അതിനുള്ള കാരണം എന്താ പറയുന്നത്, അവൾ എങ്ങനെയോ വിഷമാണോ അതോ വൈറസ് എന്നൊക്കെയാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷെ അവൾ ഫുഡൊന്നും കഴിക്കാതെ ആയി. അവൾ പതുക്കെ കൂട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ പിറ്റൂഷ് ഓടണ പോലെ ഓടിയിട്ട് എൻ്റെ പിന്നാലെ നടക്കും. നിങ്ങളെൻ്റെ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്കറിയും ഞാനും എൻ്റെ പൂപ്പിയായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും അവളോട് ഞാൻ പറയും. കാരണം അവൾക്ക് തിരിച്ച് ഒന്നും പറയാൻ പറ്റില്ലെങ്കിൽ പോലും അവൾ കേട്ട് ഓക്കെ നീ വിഷമിക്കണ്ട എന്ന് പറയണ രീതിയിൽ കുറേ കാര്യങ്ങൾ എന്നോട് പറയാറുണ്ട് അങ്ങനെ. അപ്പോൾ എനിക്കറിയത്തില്ല, എനിക്ക് ഇതെന്തായാലും നിങ്ങളോട് പറയണം. കാരണം യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തന്നെ ഞാൻ ഇവൾക്ക് വേണ്ടിയിട്ടും കൂടിയാണ്, ഇവളെ പോലെയുള്ള മിണ്ടാപ്രാണികൾക്ക് വേണ്ടിയിട്ടാണ്. കാരണം ഇങ്ങനെ നമ്മൾ മിണ്ടാപ്രാണികളെ നോക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ കുറേ ആൾക്കാരെ നോക്കണം. അപ്പം ഞാൻ കൂടുതലായിട്ട് ഇപ്പം ഇവൾക്കൊരു വൈറസ് വന്നു എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഇപ്പോൾ ഞാൻ 2-3 ദിവസമായിട്ട് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി. പിന്നെ ഇന്നലെയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന ഇടയിൽ ഇവള് എന്നെ വിട്ട് പോയി. ഭാഗ്യത്തിന് മരണസമയത്ത് അവൾക്കടെ കൂടെ ഞാനുണ്ടായി, എനിക്കത് കാണാൻ പറ്റി. അതാണ്. അപ്പോൾ അവൾ എന്താ പറയാമെന്ന് എനിക്കറിഞ്ഞൂടാ. നിങ്ങൾക്കൊക്കെ ഈ കാണുന്ന നിങ്ങൾക്കൊക്കെ എത്രത്തോളം ഇത് ഉൾക്കൊള്ളും എന്ന് എനിക്കറിയില്ല. കാരണം നിങ്ങളുടെ വേണ്ടപ്പെട്ടവർ മരിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഞാൻ പറയണതോ, നിങ്ങൾ വിചാരിക്കും വെറുതെ ഒരു പട്ടിയുടെ പേരും പറഞ്ഞിട്ട് ഈ പെൺകൊച്ചെന്തിനെ കരയണേ, ഈ കൊച്ചിന് നാണമില്ല ഇങ്ങനെ കരയാനായിട്ട്. പക്ഷെ അതല്ല, നിങ്ങളെൻ്റെ വീഡിയോസ് കണ്ടു നോക്ക്. ഞങ്ങളിത് റിയൽ വീഡിയോസാണ്. ഞാനും പുപ്പിയുമായിട്ടുള്ള സ്നേഹം റിയൽ വീഡിയോസാണ്. എനിക്ക് എന്തോരം ആഗ്രഹങ്ങളുണ്ടായെന്നറിയാമോ, പുപ്പിയായിട്ട് സ്റ്റുഡിയോ പോയിട്ട് ഫോട്ടോ എടുക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായി. പുപ്പിയായിട്ട് പുറത്ത് പോകണം, വീട് വെച്ച് കഴിയുമ്പോൾ പുപ്പിക്ക് ഒരു റൂം കൊടുക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായി. എനിക്ക് ഭ്രാന്തായിട്ട് നിങ്ങൾ വിചാരിക്കും, പക്ഷെ ഭ്രാന്തല്ല, ഇത് അവളോടുള്ള സ്നേഹം കൊണ്ടാണ്. എൻ്റെ വീട്ടിൽ ഞാൻ ചെറുപ്പം മുതൽ ഇങ്ങനെ കണ്ട് വളർന്നത്. ചിലപ്പോൾ എൻ്റെ വീട്ടിലുള്ളവർ വരെ പറയും എനിക്ക് ഭ്രാന്താന്ന്, ഈ കാര്യത്തിൽ എനിക്ക് ഭ്രാന്താന്ന്. ആയിക്കോട്ടെ, ഞാൻ സഹിച്ചു. കേരളം ഒരു ഭ്രാന്താലയമാണെന്നാണ് വിവേകാനന്ദ സ്വാമി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു കേരളത്തിൽ നിന്നാണ് ഞാൻ ജനിച്ചിട്ടുള്ളത്. അപ്പോൾ കേരളത്തിലാണ് ഞാൻ ജനിച്ചിട്ട് ഇത്രത്തോളം ആയില്ലേ. അപ്പോൾ പിന്നെ ഞാൻ എന്താ പറയണേ, അപ്പം നമുക്കെല്ലാവർക്കും പല രീതിയിലുള്ള ഭ്രാന്തുണ്ട്. അതിലൊരു ഭ്രാന്താണ് എനിക്ക് എൻ്റെ പട്ടികളോടുള്ള ഇഷ്ടം. അപ്പം പലർക്കും പല ഭ്രാന്തുകളാണ്. ചിലർക്ക് കുറേ കാര്യങ്ങൾ വാങ്ങിക്കൂട്ടണം, ലക്ഷറി ആയിട്ട് ജീവിക്കണം, അങ്ങനെയൊരു ഭ്രാന്തുണ്ട്. ചിലർക്ക് എങ്ങനെയെങ്കിലും അങ്ങനെ ഓരോരോ ഭ്രാന്തുകളാണ്. അപ്പോൾ എനിക്കുള്ള ഭ്രാന്ത്, ചിലർക്ക് പക്ഷികളോടുള്ള ഭ്രാന്ത്, അങ്ങനെയുള്ള. അപ്പം ഞാൻ വീഡിയോയിൽ ഉദ്ദേശിച്ചത് ഇത്രേ ഉള്ളൂ. എൻ്റെ പൂപ്പി എന്നെ വിട്ട് പോയി. ഇന്നലെ രാവിലെ 10:10 പോയത്.
അപ്പോൾ അവൾക്കൊരു വൈറസ് എന്നാണ് എന്നോട് ഡോക്ടർ പറഞ്ഞത്. കഴിവതും ഞാൻ ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്തു, എനിക്ക് കഴിയുന്ന ട്രീറ്റ്മെൻറ്റ് ചെയ്തു. പക്ഷെ കുറച്ചും കൂടി ശ്രദ്ധിച്ചെങ്കിൽ, അതും ഡോക്ടർ പറഞ്ഞായിരുന്നു. എൻ്റെ ശ്രദ്ധക്കേടെന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഈ രാവിലെ പോയിട്ട് വൈകിട്ടാണ് ഞാൻ വരണത്. അപ്പം അതിൻ്റെ ഉള്ളിൽ ഇവിടെ നോക്കേണ്ട രീതിയിൽ എനിക്ക് നോക്കാൻ പറ്റിയോ എന്നൊരു ഡൗട്ടും കൂടി എനിക്കുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് എത്രത്തോളം പറ്റുന്നെനിക്ക്, ഞാൻ ഓക്കെയാണ്, ഞാൻ ഇടയ്ക്ക് ഓക്കെയാണ്. പക്ഷേ ചില നേരത്ത് എനിക്ക് പൂപ്പിപ്പുരാണം പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ നേരമുള്ളൂ. അതാണ് എനിക്ക് എൻ്റെ വീണ്ടപ്പെട്ടവർ എന്നെ വിട്ട് പോകുമ്പോൾ എനിക്ക് വളരെ വളരെ ദുഃഖമാണ്. അത് നിങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. നമുക്ക് ഹൃദയത്തിൽ സ്നേഹവും ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ മനുഷ്യപ്പെറ്റുള്ളത് കൊണ്ടാണെന്നൊക്കെ പറയില്ല. അതെനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ എൻ്റെ മിണ്ടാപ്രാണിയോട് ഇത്രയ്ക്കും സ്നേഹവും കരുതലും, ഒരു കണ്ണുനീര് എനിക്ക് വരാനായിട്ട് കഴിഞ്ഞത്. അപ്പോൾ എൻ്റെ ഇവിടെ തന്നെ ഉണ്ട് എൻ്റെ പൂപ്പി, എൻ്റെ ചുറ്റുമുണ്ട് പൂപ്പി, എൻ്റെ ഹൃദയത്തിലുണ്ട് എൻ്റെ പൂപ്പി, എൻ്റെ കൂടെ ഉണ്ട് പൂപ്പി. അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് വളരെ ഞാൻ സങ്കടപ്പെട്ട് പറയണതാണ്. എല്ലാവരും ഒരു മിനിറ്റ്, ഇപ്പോൾ വരാതെ. ഇത്രയും പെട്ടെന്ന് എൻ്റെ പൂപ്പി മോള് എന്നെ വിട്ട് പോകുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക. വീഡിയോ കണ്ടതിന് സന്തോഷം, ഒത്തിരി സ്നേഹം. എല്ലാവരെയും സ്നേഹിക്കുക, ബഹുമാനിക്കുക. നിങ്ങളുടെ ചുറ്റുമുള്ള പ്രകൃതിയെ സ്നേഹിക്കാനായിട്ട് നോക്കുക, മനുഷ്യരെ സ്നേഹിക്കാൻ നോക്കുക, അമ്മപ്പെങ്ങന്മാരെ സ്നേഹിക്കാൻ നോക്കുക, ആങ്ങളമാരെ സ്നേഹിക്കാൻ നോക്കുക. എല്ലാ ചേട്ടന്മാരെയും ചേച്ചിമാരെയും ഒക്കെ സ്നേഹിക്കാൻ നോക്കുക, ഹസ്ബൻഡിനെ സ്നേഹിക്കാൻ നോക്കുക, അപ്പച്ചന്മാരെ സ്നേഹിക്കാൻ നോക്കുക. എല്ലാവരും സ്നേഹിക്കുക, പ്രകൃതി തന്നെ സ്നേഹിക്കാനായിട്ട് നോക്കുക. ചുറ്റുമുള്ളവരെ കാണുക, ചെറുതിൽ നിന്ന് വലുതിലേക്ക് നോക്കുക, ചെറിയ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ ഇന്ന് തൊട്ട് പൂപ്പിയില്ല, പൂപ്പിയുടെ ഓർമ്മകളൊക്കെ പങ്കുവെക്കാനായിട്ട് ശ്രമിക്കാം. കഴിവതും ഹാപ്പി ആയിട്ട് ഞാൻ ഇരിക്കുകയാണ്. എൻ്റെ അടുത്തോ ഞാനുള്ളപ്പോൾ എന്നെ വിട്ട് പോയി, അതൊരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. കാരണം ഞാൻ കണ്ടു, അവൾ പോണ സമയം ഞാൻ കണ്ടു. ഇല്ലെങ്കിൽ എനിക്ക് ഇതിനേലപ്പുറം വേദനയുണ്ടാവും. കാരണം ഒന്ന് യാത്ര പറയാൻ പോലും എനിക്ക് പറ്റിയില്ല എന്ന്. അത് എന്നെ കൂടെ 2 ആൻറ്റിമാർ വന്നായിരുന്നു, എൻ്റെ അയൽക്കത്തെ ആൻറ്റിമാർ വന്നായിരുന്നു. ഇവൾക്ക് വയ്യ എന്നറിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മച്ചി വന്നു, എൻ്റെ 2 ആൻറ്റിമാർ വന്നു. അതാണ് സ്നേഹം. എൻ്റെ അനിയൻ ഓടി വന്നു. ചേട്ടൻ പറഞ്ഞു, നീ എനിക്ക് കിട്ടുമെന്ന് ഉറപ്പില്ലാടാ, നീ ടെൻഷൻ അടിക്കണ്ട, നീ വിഷമിക്കണ്ട, ഓക്കെ ആവുക എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത്. ചിലപ്പോൾ എനിക്ക് പറ്റണില്ല. അടുക്കളയിൽ അവൾക്ക് നമ്മൾ ഭക്ഷണത്തിൻ്റെ ഒരു ഓഹരി നമ്മൾ കൊടുക്കാറുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പല ചിന്ത. പിന്നെ അതിലുപരി നമ്മൾ പുറത്തേക്ക് പോയിട്ട് വരുമ്പോൾ അവൾക്കൊരു ഓളിടലുണ്ട്. 101 കൊല്ലം കഴിഞ്ഞിട്ട് വരണ മാതിരത്തെ ഒരു ഓളിയിടല. അതൊക്കെ ഓർക്കുമ്പോൾ ഇന്നിപ്പോൾ ഞാൻ പുറത്തുനിന്ന് രാവിലെ ഒരു 8 മണി പോയിട്ട് വന്ന് ടൈം എന്ന് പറയുന്നത് 5:30 ആയി. അപ്പം നമ്മൾ ഗേറ്റ് പൂട്ടിയിട്ടൊക്കെയായിരിക്കും. ഗേറ്റ് തുറന്ന് നോക്കി കഴിയുന്നത് പൂപ്പീനെയാണ്. അപ്പോൾ പൂപ്പി ഓളിടും, ഒന്ന് വായോ എന്നെ കൊഞ്ചിക്ക്, ഒന്ന് തലോട്, ഞാനുണ്ട് എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ ഞാൻ തലോടി പുന്നാരിച്ച് ലവേഴ്സിൻ്റെ അടുത്തൊക്കെ പോയി തലോടി പുന്നാരിച്ച്. അവൾ ഓക്കെയാണ്. അവൾക്ക് വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം ഇല്ലെങ്കിൽ വെള്ളം കൊടുക്കുക, വെള്ളം തീർന്നിട്ടുണ്ടെങ്കിൽ വെള്ളം കൊടുക്കുക. അങ്ങനെയൊക്കെ പറ്റണില്ലാടോ, അത്രേ ഉള്ളൂ. ഇത് നിങ്ങൾക്കൊക്കെ എത്രത്തോളം ഉൾക്കൊള്ളുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ പൂപ്പി ഇവിടെ ഉണ്ട്, പൂപ്പി എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുക, വേറെ ഒന്നും പറയാനില്ലാടോ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, നിങ്ങൾ ചുറ്റുമുള്ളവരെ സ്നേഹിക്കുക, അത്രമാത്രം പറയാനുള്ളൂ. ഇനി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തലവേദന എടുക്കുന്നുണ്ട്. ഞാൻ ഹാപ്പിയാണ്. എൻ്റെ പൂപ്പിമോളോടുള്ള ഇഷ്ടമാണ് ഞാൻ നിങ്ങളോട് എൻ്റെ രീതിയിൽ പറയണത്. അപ്പോൾ അത്രേ ഉള്ളൂ. ഞാൻ ഓക്കെയാണ്.
ഓക്കെ, അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. വീഡിയോ കണ്ടതിൽ സന്തോഷം. ടാറ്റ. വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ അണ്ടർ ദൻ ഗുഡ് ബൈ. ഇത് പൂപ്പിയുടെ അവസാന നിമിഷമാണ്. 22-ാം തീയതി, ഇത് 23-ാം തീയതിത്തെ ലാസ്റ്റ് കേട്ടോ. ഇത്രയുള്ള വീഡിയോ.